ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ചോറ്, അപ്പം, ബ്രെഡ്, ചപ്പാത്തി, പൊറോട്ട, പത്തിരി ഇവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു നാടൻ ചിക്കൻ കറിയാണ് ചിക്കൻ മപ്പാസ്. ചിക്കൻ മപ്പാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് നമ്മൾ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വലിയ കഷ്ണമായിട്ട് എടുക്കാതെ കറിയുടെയും ചില്ലിയുടെയും ഇടയ്ക്കുള്ള പീസായിട്ടാണ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ 3 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 2-2.5 സവാള എടുക്കാവുന്നതാണ്. സവാള സ്വല്പം കൂടിയാലും കുഴപ്പമില്ല. 2 തണ്ട് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്തത്, പിന്നെ 2-3 പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത്, 1-1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കറിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് 2 രമ്പയിലയും 2-3 ഓൾ സ്പൈസസിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട്. അത് ഉള്ളവർ എടുക്കുക. 2 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു വലിയ തേങ്ങ അല്ലെങ്കിൽ മീഡിയം സൈസ് ആണെങ്കിൽ 1.5 തേങ്ങ, ഏകദേശം 3 കപ്പ് തേങ്ങ പീരയിൽ നിന്നും ആണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ഒന്നാം പാലും 3 കപ്പ് രണ്ടാം പാലുമാണ് എടുത്തിരിക്കുന്നത്. ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് ഞാൻ ഉണ്ടാക്കിയ മീറ്റ് മസാല പൗഡർ ചേർക്കുമ്പോഴാണ്. ഇത് 6-7 ലെവൽ ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് കണ്ടു നോക്കുക. അതില്ലാത്തവർ 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർക്കുക. ഇനിയും 2 വലിയ ഉരുളൻകിഴങ്ങ് അല്ലെങ്കിൽ 3 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് കഷ്ണമാക്കി എടുക്കാം. ഉരുളൻകിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് 2-3 കഷ്ണം പൊടിച്ച് ചേർക്കുന്നത് കറിയുടെ കൊഴുപ്പ് കൂട്ടാൻ സഹായിക്കും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ച് വഴറ്റി എങ്ങനെയാണ് ചിക്കൻ മപ്പാസ് വെക്കുന്നതെന്ന് കണ്ടു നോക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഉലുവ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടിത്തീരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇടുന്നതിന് മുമ്പേ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴന്നതിന് ശേഷം സവാള ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. കൂടെ തന്നെ രമ്പയിലയും ഓൾ സ്പൈസസിൻ്റെ ഇലയും ഉള്ളവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി വഴറ്റുക. സവാള നന്നായി വഴന്ന് കിട്ടുന്നതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് സവാള നന്നായി വഴറ്റുക. സവാള വഴന്ന് ചെറിയ പിങ്ക് കളറാകുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ചേർത്ത് കൊടുത്ത് വഴറ്റാം. ടൊമാറ്റോ വഴന്ന് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, കണ്ടോ എണ്ണ തെളിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ കിടന്ന് ടൊമാറ്റോ ഒന്നുകൂടെ നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനിയും ഇതിലേക്ക് നമുക്ക് 6-7 ടേബിൾ സ്പൂൺ ലെവൽ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് മീറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഈ മീറ്റ് മസാല പൗഡർ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടുന്ന മീറ്റ് മസാല പൗഡറാണ്. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മൾ പൊടി ഇട്ടതിന് ശേഷം വഴറ്റാൻ. ഈ മീറ്റ് മസാല പൗഡർ ചേർത്ത് ഇറച്ചിക്കറികൾ വെച്ചാലും അതുപോലെ കടലയ്ക്കാക്കറി, മുട്ട റോസ്റ്റ് ഇവയൊക്കെ ഉണ്ടാക്കിയാൽ വളരെ രുചികരമാണ്. ആ വീഡിയോ കണ്ട് എല്ലാവരും ഈ മീറ്റ് മസാല പൗഡർ വീടുകളിൽ ഉണ്ടാക്കി വെക്കുക. ഇനി ഒരു 1/4 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടി കരിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം.
എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതിന് വേണ്ടി നമുക്ക് അടച്ചു വെക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി അരപ്പ് ചിക്കനിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ച് വെള്ളം പറ്റിക്കാം. വെള്ളമൊക്കെ പറ്റി അരപ്പ് ചിക്കനിലൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ അരപ്പ് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ രണ്ടാം പാല് വെള്ളം പറ്റിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നത്. അവരവരുടെ എരിവിനാവശ്യമായ 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ചിക്കൻ വേകുന്നത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇങ്ങനെ വെള്ളം പറ്റിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുന്ന മപ്പാസ് വളരെ ടേസ്റ്റിയാണ്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇതൊരു ടിപ്പാണ്. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി 1-ാം പാൽ ഒഴിച്ച് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി തിളയ്ക്കുന്നത് വരെ, ചെറുതായി ഒന്ന് തിളയ്ക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇളക്കിക്കൊണ്ട് വേണം നമ്മൾ കറി തിളപ്പിക്കാൻ, അല്ലെങ്കിൽ കറി പിരിഞ്ഞു പോകും. ചെറുതായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കരുത്. ഒരുപാട് തിളച്ചാൽ കറി പിരിഞ്ഞു പോകും. ഒന്ന് തിളച്ചില്ലെങ്കിൽ കറി പെട്ടെന്ന് ചീത്തയാകുകയും ചെയ്യും. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. നമ്മൾ പലതരം ചിക്കൻ കറികൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ ചിക്കൻ കറിയുടെ 7 അയലത്ത് പോലും ഒരു ചിക്കൻ കറിയും വരികയില്ല. അത്രയ്ക്കും ടേസ്റ്റിയാണ് ഈ നാടൻ കറി. എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു ചിക്കൻ കറിയാണ് ഈ ചിക്കൻ മപ്പാസ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.